ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. യുഎസ് മാർക്കറ്റ് മിക്സഡ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 370 പോയിന്റ് നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. S&P 44 പോയിന്റും നസ്ഡാക്ക് 260 പോയിന്റും പോസിറ്റീവായിട്ടും ട്രേഡ് ചെയ്യുന്നുണ്ട്. ഡൗ ജോൺസ് നെഗറ്റീവും നസ്ഡാക്ക് പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 50 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. ഇന്ത്യൻ മാർക്കറ്റിലും നമുക്കൊരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു ഗ്യാപ്പ് അപ്പ് കിട്ടിയാലും ഇന്നലത്തെ ആ ഒരു ഹൈയുടെ താഴെയായിരിക്കും. കാരണം പോസ്റ്റ് മാർക്കറ്റിൽ ഏകദേശം ഒരു 50 പോയിന്റിന് മുകളിലാണ്, താഴോട്ടാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ഹൈക്ക് താഴെയായിരിക്കും മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടിയാൽ പോലും ഹൈക്ക് മുകളിലോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവല്, ഈ രണ്ട് ട്രെൻഡ് ലൈനിനും മുകളിൽ 25,000 താഴോട്ട് പോകാണ്ട് 25,000 മുകളിൽ ഈ ഒരു ട്രെൻഡ് ലൈനിലെ മുകളിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്ട്രോങ് ആണ്. ഈ ട്രെൻഡ് ലൈൻ രണ്ടിനെയും ഇന്നലെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റിലെ അവസാനത്തെ ഒരു മണിക്കൂർ സ്ട്രോങ് ഒരു ഷോർട്ട് കവറിങ് റാലി നടന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 200 പോയിന്റോളമാണ് ഏകദേശം അവസാനത്തെ ഒരു മണിക്കൂർ കൊണ്ട് മാർക്കറ്റിലൊരു മൂവ്മെന്റ് കിട്ടിയത്. എന്തായാലും മാർക്കറ്റ് ഈ ഒരു ലെവല് കൃത്യമായിട്ടൊരു സപ്പോർട്ട് ലെവൽ തന്നെയാണിത്. സ്ട്രോങ് ഒരു ബൈയിങ് പ്രഷർ ഈ 2 ദിവസവും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം, ഏകദേശം 24,900 ലെവല് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം ഈ 2 ട്രെൻഡ് ലൈനുകളും സപ്പോർട്ട് കൊടുക്കും. ഇന്നും മാർക്കറ്റ് ചിലപ്പം ഒരു പോസിറ്റീവായിട്ട് ക്ലോസിങ്ങിനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ക്യാൻഡിൽ നേരത്തെ നമുക്കിവിടെ ഒരു സ്വിംഗ് ഹൈ തന്നിട്ട് 2-3 ദിവസത്തിന് മുന്നേ ഒരു സ്വിംഗ് ഹൈ തന്ന ഈ ഒരു ലെവല് മാർക്കറ്റ് ഇന്ന് ഒരു ടച്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 25,400 മാർക്കറ്റ്. കാരണം ഇന്നലെ നമുക്ക് സ്വതന്ത്ര വ്യാപാര കരാറ് യൂറോപ്യൻ യൂണിയനുമായിട്ട് നിലവിൽ വന്നു. അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഇന്നലത്തെ രണ്ടാമത്തെ സെഷനിൽ മാർക്കറ്റിൽ കണ്ടു. ഏകദേശം ഇന്ത്യ വിക്സും 16 പോയിന്റ് ടച്ച് ചെയ്തിട്ടാണ് താഴോട്ട് ഇന്നലെ പോയിരിക്കുന്നത്. ഇനിയിപ്പം നിഫ്റ്റി നമുക്ക് ഇത് വരുന്നത് കൊണ്ട് തന്നെ, യൂണിയൻ ബഡ്ജറ്റ് വരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ നല്ല വോളട്ടൈൽ ആയിരിക്കും. ഇന്നലെ നോക്കിയാലും മാർക്കറ്റ് നല്ല വോളട്ടൈൽ ഉണ്ടായിരുന്നു. വിക്സ് ഹൈ ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു 10-15 പോയിന്റൊക്കെ നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് ലെവൽസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും നമ്മുടെ അടുത്തൊരു സ്വിംഗ് ഹൈ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 25,652, 25,818 വരുന്ന ഈ ഒരു ലെവൽ തന്നെയായിരിക്കും അടുത്തൊരു സ്വിംഗ് ഹൈ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെ ചാർട്ടിലും ഇന്നലെ തന്നിട്ടുള്ള 2 ലെവൽസ് കൃത്യമായിട്ട് നമുക്ക് വർക്കായിട്ടുണ്ട്. ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ താഴോട്ട് എൻട്രി ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ആദ്യത്തെ 15 മിനിറ്റ് താഴോട്ട് വന്നെങ്കിലും ഒരു ഓപ്പൺ കിട്ടിയതിന് ശേഷം, ചെറിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. കൃത്യമായിട്ട് ഈ ഒരു ലെവൽ എത്തുന്നതിന് മുന്നേ തന്നെ അടുത്ത 15 മിനിറ്റിൽ മാർക്കറ്റ് റിക്കവർ ചെയ്തു. വീണ്ടും ഈ ഒരു ലെവല് 25,176 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് എൻട്രി എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അവിടെ നിന്ന് വീണ്ടും റിജക്ഷൻ വന്നു. നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ട്രെൻഡ് ലൈനും ഈ ഒരു ലെവലും കൂടെ 25,176 ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് എൻട്രി ഉള്ളൂ. കൃത്യമായിട്ട് നമുക്ക് അവസാനത്തെ 15 മിനിറ്റിലാണ് ഈ 2 ലൈനും കൂടെ ഒരുമിച്ച് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ബ്രേക്കൗട്ട് കിട്ടുന്നത്. ഇനി ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത്, ഇനി മാർക്കറ്റ് താഴോട്ട് വരുമ്പോഴത്തേക്കും ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിരിക്കും. ഇത് നേരത്തെ ഈ ഒരു ലെവൽ നോക്കിയാലും 25,176 ലെവൽ നോക്കിയാലും നേരത്തെ സ്ട്രോങ് സപ്പോർട്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും റെസിസ്റ്റൻസ് ആയി. അതാണ് ഇന്നലെ ഈ ഒരു ട്രെൻഡ് ലൈനുമായിട്ട് ബ്രേക്കൗട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി അത് താഴോട്ട് വരുമ്പോഴത്തേക്കും അതൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറും. മാർക്കറ്റ് 25,234 ക്ലോസിങ് വന്നെങ്കിലും മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റിൽ ഏകദേശം 25,175
അതായത് ഈ ഒരു ഇന്നലെ ബ്രേക്കൗട്ട് കിട്ടിയ ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ, റെസിസ്റ്റൻസ് ഏരിയയിലാണ് മാർക്കറ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 21,176 ഇന്നലെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ ഡേ ക്യാൻഡിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത്, ഒരു 50 പോയിന്റ് നമുക്കൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയാലും ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ആകത്തുള്ളൂ. കാരണം മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 25,175 അപ്പം ഒരു 50 പോയിന്റോളം ഗ്യാപ്പ് അപ്പ് കിട്ടിയാൽ പോലും ഇന്നലത്തെ ഹൈക്ക് താഴെ മാത്രമേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളൂ. അല്ല, അതിൽ കൂടുതലാണ് വരുമെങ്കിൽ മാത്രമേ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പം ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് വീണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഏകദേശം ഈ ഒരു 25,176 ഈ ഒരു ട്രെൻഡ് ലൈനും മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും സപ്പോർട്ട് കിട്ടുക. അല്ലെങ്കിൽ 25,176 ലെവൽ, ഈ ഒരു സപ്പോർട്ട് ഏരിയ വീണ്ടും നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്നത് വീണ്ടും മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് കൊടുക്കും. ഇതൊരു ഇവിടെ നിന്ന് ഒരു വേവ് ആയിട്ടാണ് ഇങ്ങനെ പോയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടി, അത് ബ്രേക്ക് ചെയ്തു, റെസിസ്റ്റൻസ് ആയി, വീണ്ടും അത് മുകളിലോട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, അടുത്തതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പം ഈ ലെവല് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 25,176 താഴോട്ടൊരു ഫേക്ക് ബ്രേക്കൗട്ട് കൊടുത്താലും ഈ ഒരു ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇന്നലത്തെ ഹൈ തന്നെയാണ് 25,145. 25,145 മുകളിലോട്ട് 15 മിനിറ്റ് ബ്രേക്കൗട്ട് കിട്ടിയാൽ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഈ ഒരു സിംഗിൾ ഹൈ ആണ്, 25,353. 100 പോയിന്റിൻ്റെ ഒരു റാലി പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നതെന്ന് പറയുന്നത് 25,426. ഈ രണ്ട് ലെവലും 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം നോക്കുക. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഇതിനുള്ളിലാണ് കിട്ടുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യുക 15 മിനിറ്റ് ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ട്. മിക്കവാറും ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരാനാണ് സാധ്യത കൂടുതൽ. അപ്പം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു സപ്പോർട്ട് ലെവൽ ഇച്ചിരി കൂടി താഴ്ത്തി വയ്ക്കുന്നു. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈനും ഈ ഒരു 25,150 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം താഴോട്ട് എൻട്രി എടുക്കുക. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വന്നാലും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. 150 അല്ല, ഞാൻ ഈ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു, 25,122. ഓക്കെ, അപ്പം ഇതിനിടയ്ക്ക് നമുക്ക് ഇൻട്രാഡേ ലെവൽസ് മാത്രം നോക്കിയാൽ മതി. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് നോക്കുക, ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നോക്കുക. 25,122 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം താഴോട്ട് എൻട്രി നോക്കാം. ഏകദേശം ഈ ഒരു ലെവല് 25,027 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരും. അത് കഴിഞ്ഞാൽ ഇത് 15 മിനിറ്റ് ആണ്. 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 20,040 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ പിന്നെ വീണ്ടും ഇന്നലത്തെ ലോ ടെസ്റ്റ് ചെയ്തേക്കും. മാർക്കറ്റ് എനിക്ക് തോന്നുന്നില്ല താഴോട്ട് പോകുമെന്ന്. കാരണം ഹയർ ഹൈ ഫോർമേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അടുത്തൊരു ഹയർ ലോയിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരും. ഹയർ ലോ എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ നിന്ന് മാർക്കറ്റ് താഴെ വന്നാലും ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോയ്ക്ക് ശേഷം നമുക്ക് അടുത്തൊരു ഹൈ വന്നു, ഇവിടെ ഒരു ഹയർ ലോയുണ്ട്. അടുത്ത് ഈ ഒരു ഹൈ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ഹയർ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു അപ് ട്രെൻഡ് വേവ് കാണുന്നുണ്ട് മാർക്കറ്റിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 25,350 400 ചിലപ്പം ടെസ്റ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. 380 400 മിക്കവാറും ഇന്ന് തൊടാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോവാം. ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ 2 ലെവല് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ.
25,185, 25,164 മുകളിലത്തെ റെസിസ്റ്റൻസ്, താഴത്തെ സപ്പോർട്ട് 24,988, 24,933. പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈനും തന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴെ വന്നു, നമ്മുടെ സപ്പോർട്ട് എടുത്ത് കയറി, വീണ്ടും റെസിസ്റ്റൻസ് ഉണ്ടായി, താഴെ വന്നു, വീണ്ടും ഇവിടെ നിന്ന് മുകളിൽ പോയി. മാർക്കറ്റ് ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷന് സാധ്യത ഉണ്ടാകുമെന്ന്. ഇന്ന് CPR നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഡ് CPR ആണ് 25,91 തൊട്ട് 25,147 വരയ്ക്കും, ഏകദേശം 55-60 പോയിന്റ് അടുപ്പിച്ച് CPR ആണ്, വൈഡ് CPR ആണ്. മാർക്കറ്റിൽ ഏറ്റവും താഴത്തെ സപ്പോർട്ട് 25,107, 25,090 ആണ് താഴത്തെ സപ്പോർട്ട് വരുന്നത്. ഏകദേശം 200 പോയിന്റിൻ്റെ ഗ്യാപ്പുണ്ട്. ഫസ്റ്റ് റെസിസ്റ്റൻസ് 25,309, 25,293 ലെവലും, താഴത്തെ ലെവലെന്ന് പറയുന്നത് 25,107, 25,090 ആണ്. ഏകദേശം 200 പോയിന്റിൻ്റെ ഗ്യാപ്പുണ്ട് ഈ രണ്ട് റെസിസ്റ്റൻസും തമ്മിൽ. അപ്പോൾ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇതായിരിക്കും. ഇനി മാർക്കറ്റ് 25,175 ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്താലും മാർക്കറ്റ് CPRലോട്ട് ഇറങ്ങി വന്ന് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അഥവാ മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ 25,309, 25,293 ശ്രദ്ധിക്കുക. മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് താഴോട്ട് എൻട്രി നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ഇന്നലത്തെ ഈ ഒരു ഹൈ 25,195, 164 തന്നെ വയ്ക്കുക ഈ ഒരു ലെവല്. കാരണം വലിയ ടാർഗറ്റാണ് വരുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇത് വയ്ക്കുക, രണ്ടാമത്തെ ടാർഗറ്റ് ഇത് വയ്ക്കുക. ഇവിടെ നിന്നൊരു റിവേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാലും ഇവിടെ നിന്നൊരു റിവേഴ്സ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. 25,309, 25,293 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ പിന്നെ നെക്സ്റ്റ് ടാർഗറ്റ് 25,419, 25,441. ഞാൻ താഴോട്ട് CPRന് താഴോട്ട് വേറെ ലെവൽസ് വരച്ചിട്ടില്ല. CPRന് താഴോട്ട് മാർക്കറ്റ് പോകില്ല എന്നാണ് എൻ്റെ അനലൈസ്. അഥവാ പോവുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള ലെവൽസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.